സമ്മേളനങ്ങളിലെ അന്തരം. ഇരു സമസ്തയുടെയും സമ്മേളനങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തിയാൽ മതി നേരിനോട് പ്രതിബദ്ധതയുള്ള സമസ്ത ഏതെന്നറിയാൻ. ആരെയും കുറ്റം പറയാതെ സമൂഹത്തിനും സമുദായത്തിനും പഠനാർഹമായ ചർച്ചകളും സാംസ്കാരിക ദേശീയോദ്ഗ്രഥന സദസ്സുകളും മാത്രമാണ് മർക്കസടക്കമുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്നത്. വിമർശനത്തിന്റെ അലോസരപ്പെടുത്തലുകൾ ഇവിടെ നിന്ന് ഒപ്പിയെടുക്കാൻ ആർക്കും കഴിയില്ല. അതാണ് കാന്തപുരം അണികളെ പഠിപ്പിക്കുന്നതും. അതാണ് ഞങ്ങൾ SYSന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതാണ് ഞങ്ങൾ SSFന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതാണ് ഈ നാട്ടിലെ പൊതുജനങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. എല്ലാ ജനങ്ങളെയും പഠിപ്പിക്കുന്നത് അതാണ്. മക്കളെ, നിങ്ങൾ ആരെയും തെറി പറയരുത്, ആരെയും ചീത്ത പറയരുത്, ആരെയും പരിഹസിക്കരുത്, നിന്ദിക്കരുത്. ചെറുശ്ശേരി സമസ്തയുടെ സമ്മേളനങ്ങളിലെ വിമർശനത്തിന്റെ ആഴം തിരിച്ചറിയാൻ ചില രംഗങ്ങൾ കാണിക്കേണ്ടതുണ്ട്. പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളന വേദിയിൽ നിന്ന് അയാളുടെ മുല അകത്തിലല്ല കഴുത്തിലാണ് എന്നെല്ലാവരും മനസ്സിലാക്കണം. അയാളുടെ മുല അകത്തിലല്ല, അത് കഴുത്തിലാണ്. അതിന് 1000 കൊല്ലം തൂങ്ങിയാലും ഒരു തുള്ളി പാല് കിട്ടില്ല എന്ന യാഥാർത്ഥ്യം മുസ്ലിം ഉമ്മത്ത് തിരിച്ചറിയണം. നന്ദി ദാറുസ്സലാം സമ്മേളന വേദിയിലെ പ്രഭാഷണം. വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. തോന്നിയാസം കാണിക്കാം, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിക്കാം, കുറെ ആളുകൾ അങ്ങോട്ട് തെക്കുപീർ ചെയ്യും. കാന്തപുരം സമസ്ത സമ്മേളനം പ്രഖ്യാപിച്ചാൽ പകരമൊരു സമ്മേളനം നടത്തുന്നത് ചെറുശ്ശേരി സമസ്തയുടെ ശൈലിയാണ്. SYSന്റെ ഗോൾഡൻ ജൂബിലിയുടെ പ്രചാരമാരംഭിച്ചപ്പോൾ പിളർപ്പിന്റെ ശേഷം രൂപീകരിച്ച ചേളാരി SYS സുവർണ ജൂബിലി പ്രഖ്യാപിച്ചു. ഇസ്ലാമിന്റെ പേരിൽ തീവ്രവാദം ആരോപിക്കപ്പെട്ട കാലത്ത് കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ തീവ്രവാദ വിരുദ്ധ സമ്മേളനമൊരുക്കിയപ്പോൾ ചേളാരി സമസ്തയും അതേ പേരിൽ സമ്മേളനം പ്രഖ്യാപിച്ചു. അവതരിപ്പിക്കപ്പെട്ട പ്രമേയമാണ് കൗതുകം. ഏറ്റവും വലിയ തീവ്രവാദി കാന്തപുരമാണെന്ന്. മലപ്പുറം മുട്ടിപ്പടിയിൽ 10,000 ഒരുമിച്ചുകൂടി സ്വലാത്തും ദിക്റും ചൊല്ലുന്ന സ്വലാത്ത് നഗറിന് സമാന്തരമായി ചേളാരി സമസ്ത സലാമത്ത് നഗർ ഒരുക്കി. സലാത്തിന്റെ സദസ്സ് മലീമസമായപ്പോൾ സലാമത്താക്കൽ ആവശ്യമായി. അങ്ങനെയാണ് തൊട്ടടുത്ത് തന്നെ ഒരു സലാമത്ത് നഗറുണ്ടായത്. ആദ്യാന്തം മുഴങ്ങിക്കേട്ടത് പണ്ഡിതരെയും സാദാത്യങ്ങളെയും തെറി പറയുന്നതായിരുന്നു. നബിസ്നേഹത്തിന്റെ ആനന്ദച്ചുഴിയിൽ ലോക മുസ്ലിംകൾ ഇഴകിച്ചേരുന്ന റബീഉൽ അവ്വലിൽ ലോകോത്തര പ്രമുഖരണിനിരന്ന് സ്നേഹാപദാനങ്ങളുടെ ആനന്ദവല്ലരിയിലേക്ക് നബിസ്നേഹികളെ ആനയിച്ച ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസ് കേരള മുസ്ലിംകൾക്ക് സമ്മാനിച്ചത് നവ്യാനുഭൂതിയുടെ അനർഘ നിമിഷങ്ങളായിരുന്നു. പറഞ്ഞു നടക്കുകയാണ്, നബിതങ്ങളെ മദ്ഹ് പറയണമോ? നബിതങ്ങളെ മദ്ഹ് പറയാൻ മൗലിദ് നടത്താൻ, മീലാദ് നടത്താൻ ഒരുമിച്ച് കൂടുന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന ചില വിവരദോഷികൾ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നിർബന്ധമായ വസ്തുതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിൽ സന്തോഷം പ്രകടിപ്പിക്കൽ. ഈ സ്നേഹ സദസ്സിനെ കുറിച്ച് ഒരു സുന്നി പണ്ഡിതൻ അല്ല, പണ്ഡിത സഭയുടെ കാര്യദർശി പറയുന്നത് നിങ്ങളെ അതിശയിപ്പിച്ചേക്കാം. അന്താരാഷ്ട്ര മൗലൂദ് ഇത് നിങ്ങൾ പേടിച്ചാൽ മതി. അന്താരാഷ്ട്ര മൗലൂദ് ഇനി അദ്ദാദുണ്ടാവും, അത് പറയാൻ അന്താരാഷ്ട്ര സലാത്തുണ്ടാവും, പല ആദ്യം ഉണ്ടാവും ഇവിടെ. കാരണം പൈസയും മറ്റും വർഷമൊക്കെ ഉണ്ടല്ലോ. അതിശയങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഇവിടെ അപ്രസക്തമാണ്. കാരണം ഈ വാക്കുകൾ അന്ധമായ വിരോധത്തിന്റെ പരിണിതിയാണ്.
സമസ്ത സമ്മേളനങ്ങളുടെ താരതമ്യത്തിന് ഏറ്റവും ഉചിതമായതാണ് ഉലമാ സമ്മേളനം. കാന്തപുരം കോട്ടക്കലിൽ സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ തൊട്ടു പിന്നാലെ ചേളാരിക്കാർ 3 ഇടങ്ങളിൽ ഉലമാ സമ്മേളനമൊരുക്കി. തെരഞ്ഞെടുക്കപ്പെട്ട തഹ്സീലായ 10,000 പണ്ഡിതരെ ഒരുമിച്ചു കൂട്ടി നടന്ന ചർച്ച മദ്ഹബ്, അഖീദ, ഫിഖ്ഹ്, ചരിത്രം ഉൾപ്പെടെ പ്രസക്ത വിഷയങ്ങളിൽ പണ്ഡിത പ്രമുഖർ വിഷയം അവതരിപ്പിച്ചു. ചേളാരി സമ്മേളനത്തിൽ കാന്തപുരം വിരോധവും തിരുകേശ വിമർശനവുമായിരുന്നു വിഷയം. തെറിപ്രഭാഷണത്തിലെ പ്രഗത്ഭന്മാരാണ് പണ്ഡിതർക്ക് വിഷയം അവതരിപ്പിച്ചത്. സമ്മേളനത്തിനെത്തിയ സദസ്സിൽ ശുഭ്രവസ്ത്രത്തിന്റെ പണ്ഡിത പടയണി നയനഹാരിയായ കാഴ്ചയായിരുന്നു. കുട്ടികളും സാധാരണക്കാരും മുതഅല്ലിമുകളുമൊക്കെയായിരുന്നു ചെറുശ്ശേരി സമസ്തയിലെ ഉലമാ സമ്മേളനത്തിനെത്തിയത്. അവരും പണ്ഡിതന്മാരാണ്. കാന്തപുരം വിരോധത്തിലാണെന്ന് മാത്രം. ആരെയും തെറി പറയരുതെന്നായിരുന്നു മുന്നിലുള്ളവരോട് വീണ്ടും ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെ SBS മുതൽ ജമിയത്തുൽ ഉലമ വരെ കൂട്ടായ്മയായി അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പണ്ഡിത നേതൃത്വത്തിന് കീഴിൽ, കേൾപ്പുറ്റ അർഹതയുള്ള ആത്മാർത്ഥതയുള്ള പണ്ഡിത നേതൃത്വത്തിന്റെ കീഴിൽ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന ഈ സംഘടനാ കുടുംബത്തിന്റെ പ്രവർത്തനം സജീവമാക്കാൻ നമ്മുടെ പണ്ഡിതന്മാരും പ്രവർത്തകരും വളരെ സജ്ജരായി പ്രവർത്തിക്കണമെന്നും ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ് തുടങ്ങിയ വിഷയങ്ങളോ തെറിക്ക് തെറിയോ ചീത്തയ്ക്ക് ചീത്തയോ നമ്മുടെ ആശയമല്ലെന്നും അത് രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആവർത്തിക്കുന്നില്ല. നമ്മൾ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കണമെന്നും അതിൽ അല്ലാഹു തആല ദീനിന് വിജയം നൽകുമ്പോൾ അതാണ് നമ്മുടെ വിജയമെന്നും വ്യക്തിപരമായ ഒരു താൽപര്യങ്ങളും നമ്മെ പിടികൂടാതെ റബ്ബിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് തെരുശബ്ദം മാത്രമാണ് ഇവിടെ മുഴങ്ങിക്കേട്ടത്. പ്രശസ്ത സയ്യിദും സാത്വിക പണ്ഡിതനുമായ ഉള്ളാൾ തങ്ങളെക്കുറിച്ച് പറയുന്നത് പണ്ഡിത സമ്മേളനത്തിലാണെന്നോർക്കണം. ആ പാവപ്പെട്ട തങ്ങൾ പാപ്പായി വയസ്സാം കാലത്ത് എന്തിനു കുത്തിറക്കാണാവോ അതില്? അതാ പിടുത്തം കിട്ടാത്തത്. എന്നിട്ട് സമ്മേളനം നടത്തുമ്പോ കുറെ പച്ച പാവം തങ്ങന്മാരെ ഇങ്ങനെ സൈഡാക്കി നിർത്തിയിട്ട് സയ്യിദ് ഫുലാനുബിന് ഫുലാനുബിന് ഫുലാൻ ഇങ്ങനെ പറഞ്ഞിട്ട് മലയാളത്തിലുള്ള പേരൊക്കെ ഒന്നാട് മാറ്റും. എന്നിട്ട് ഒരു ആധുനിക പേരൊക്കെ ഇടുമ്പോ തങ്ങന്മാർക്കും തോന്നുവോ തിരക്കിടില്ല. എത്ര പെട്ടെന്ന് തങ്ങളെ പേര് മാറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കി. സമസ്ത കേരള ജമിയത്തുൽ ഉലമന്റെ വൈസ് പ്രസിഡന്റ് ആയ കാലത്തും AP വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ആയ കാലത്തും മൂപ്പരെ പേര് എന്തേനു? കുഞ്ഞിക്കോയ തങ്ങൾ എന്നല്ലേ നമ്മൾ വിളിച്ചിട്ടുണ്ട് അല്ലെ? സംഘടന അഖിലേന്ത്യാ നേതൃത്വത്തിൽ എത്തിയപ്പം അങ്ങനെ ഉണ്ടല്ലോ, മക്കളൊക്കെ വലിയ ഡോക്ടർമാർ എഞ്ചിനീയർമാരാകുമ്പോ വാപ്പാക്ക് പാൻറ് ഇടിപ്പിച്ചെന്ന കഥ. അപ്പൊ പേര് ഒറ്റ മാറ്റലാണ്. എന്താ പേര്? അബ്ദുറഹ്മാൻ അൽ ബുഖാരി, സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ മൂപ്പർക്ക് ഈ പോലീസുകാർക്ക് ഹെഡ് കോൺസ്റ്റബിൾ കുറെ കഴിയുമ്പോ SI ആവൂലേ? അപ്പൊ ഒരു ദർജം കൂടി കൊടുത്തത് മോശല്ലേ? കൊടുത്തു. താജുൽ ഉലമ. രാജ്യത്തെ രാഷ്ട്രീയ പ്രതിനിധികളെ അവഹേളിക്കുന്ന പണ്ഡിത സമ്മേളനം പണ്ഡിത വേഷത്തിന്റെ ശുഭ്രപരിശുദ്ധിക്ക് കളങ്കമേൽപ്പിക്കുമായിരുന്നു. പക്ഷേ ഇവർക്ക് പൈതൃക വസ്ത്രം ധരിക്കാൻ തോന്നാത്തത് മുൻഗാമികളുടെ കറാമത്താകാം. മൂപ്പര് ഭരിക്കണോടൊപ്പം കൂടും കച്ചവടക്കാർക്കൊക്കെ അങ്ങനെയാണല്ലോ അല്ലേ? അല്ലേ? നമ്മുടെ നാട്ടിലെ കച്ചവടക്കാർ എങ്ങനെ? LDF ഭരിക്കുകയാണെങ്കിൽ LDFന്റെ ആളാണ്, UDF ഭരിച്ചാൽ UDFന്റെ ആളാണ്. 6 നമ്പർ മൂപ്പർ മർക്കസ് സമ്മേളനത്തിനും കാട്ടിവെക്കി. പൊട്ടന്മാർക്ക് തിരിയോ എന്തിനാ അയാൾ വിളിച്ചത്? പോയാണ്ടിരുന്നു കൊടുത്തു. കാര്യം നമ്മൾ MLA മാർ നേതാക്കന്മാരൊക്കെയാണ്, പക്ഷെ ബുദ്ധിപരമായി പിന്നോക്കാവസ്ഥയാണ്. പ്രവാചക സന്താനങ്ങളായ സയ്യിദുമാരെ അവഹേളിക്കുന്ന കാര്യത്തിൽ ചേളാരി സമസ്ത നേതാക്കൾ കാണിക്കുന്ന തൊലിക്കട്ടി അപാരമാണ്. കൂരിക്കുഴി തങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ കബീല സയ്യിദാണോ തങ്ങളാണോ പരിശോധിച്ചപ്പോൾ കൃത്യമായി കിട്ടിയ വിവരം അയാൾ സയ്യിദല്ല ബുഖാരിയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് ഖലീലുൽ ബുഖാരി, മലപ്പുറത്തും ബുഖാരിയ. അല്ലാഹു ആലം ഇയാളുടെ അവസ്ഥ. കാന്തപുരം പാണക്കാട് തങ്ങൾക്കെതിരെ പറയുകയാണെന്നും തെങ്ങന്മാരെ നിന്ദിക്കുന്നുവെന്നും ആരോപണമുന്നയിക്കുന്നവർ കാന്തപുരത്തിന്റെ ഈ വെല്ലുവിളിയൊന്ന് കേൾക്കുക. പണ്ഡിതശുദ്ധിയുടെ അടയാളപ്പെടുത്തലുകളാണ് ഈ ഉറപ്പിൽ കാന്തപുരം കാത്തുസൂക്ഷിക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ഈ നാട്ടിലുള്ള മുഴുവൻ ശക്തികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെൽമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ ഉലമാക്കളുടെ നാവ് കൊണ്ടോ
ആ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? അത് തെളിയിക്കാൻ സാധ്യമല്ല. ഉള്ള ആൺകുട്ടികൾ മുന്നോട്ട് വരണം. 85ാം വാർഷികാഘോഷത്തിൽ നടന്ന പരിപാടികളും ആദ്യാന്തം കാന്തപുര വിരോധമായിരുന്നു. നഗരഗ്രാമവീഥികളിൽ മാനവികതയുടെ നിറച്ചാർത്തുമായി കേരളയാത്രയുടെ പ്രചാരങ്ങൾ സജീവമായപ്പോഴാണ് സമസ്തയുടെ 85ാം വാർഷികം പ്രഖ്യാപിക്കപ്പെട്ടത്. നാടുനീള യാത്രയുടെ പ്രചാരണച്ചാർത്തിൽ വർണ്ണശബളമായപ്പോൾ സമ്മേളന പ്രചാരം നിഷ്പ്രഭമായി. കേരളമാകെ യാത്രയുടെ ആവേശത്തിൽ അലതല്ലുമ്പോഴാണ് സമ്മേളനത്തിന്റെ സന്ദേശയാത്ര തെക്ക് നിന്ന് വടക്കോട്ട് പുറപ്പെട്ടത്. ആദർശങ്ങളിൽ നിന്ന് കാതങ്ങൾ അകലെയാണെങ്കിലും മുൻഗാമികളുടെ ചിത്രങ്ങൾ വെച്ച ഫ്ലക്സുകൾ, തെരുവുകളിൽ സ്ഥാപിച്ച SK കുട്ടികൾ പൈതൃകത്തിന് നേരെ പല്ലിളിച്ച് കാണിക്കുകയായിരുന്നു. പവിത്രമായൊരു പ്രസ്ഥാനത്തിന്റെ പേരിൽ വെച്ച വാർഷിക സമ്മേളനത്തിൽ കേട്ടത് വ്യക്തിവിമർശനത്തിന്റെ ശബ്ദങ്ങൾ മാത്രമായിരുന്നെന്ന് പത്രങ്ങൾ എഴുതേണ്ടി വന്നു. താരതമ്യത്തിന്റെ ഒടുവിലെത്താൾ 2012 ഏപ്രിലിൽ നടന്ന 2 യാത്രകളെക്കുറിച്ചാണ്. കേരളയാത്രയും വിമോചനയാത്രയും. 2 സമസ്തയുടെ